ഇന്ത്യയിലെ കാസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം അത് നശിക്കാൻ പോകുന്നില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എൻ്റെ ഒരു ധാരണയുണ്ടായിരുന്നു, മോദിക്കിത് മാറ്റാൻ സാധിക്കും. ഒരു പുല്ലും സംഭവിച്ചിട്ടില്ല. ഇന്നും കാസ്റ്റ് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപം. ആ ശാപമാണ് ഇന്ത്യയെ മുൻനിരയിലോട്ട് നയിക്കാത്തതിൻ്റെ ഏറ്റവും വലിയ കാരണം. അത് ഇന്ത്യയിൽ മാത്രമാണ് ഇന്ത്യക്കാർ ചെയ്യുന്നതല്ല. കഴിഞ്ഞിടയ്ക്ക് 2 മാസം മുമ്പ് കാനഡയിലുണ്ടായി. അവിടെ ഒരു അപ്പർ കാസ്റ്റുകാരൻ അവിടെ ഒരു OBC ബാക്ക്വേർഡ് ക്ലാസ്സുകാരനെ വളരെ മോശമായിട്ട് പെരുമാറി സംസാരിച്ചു. അവിടെ കേസായി. അതിൻ്റെ പേരിൽ അവിടെ അപ്പർ കാസ്റ്റുകാരനെ ശിക്ഷിച്ചു. അതായത് ഇന്ത്യക്കാരൻ്റെ സ്വഭാവം വിദേശ രാജ്യങ്ങളിൽ വരെ പോയി കാണിച്ചു. ഈ ഒരു സന്ദർഭത്തിലാണ് ഞാൻ പറയുന്നത്, ഇന്ത്യയിലെ ബാക്ക്വേർഡ് ക്ലാസ്സിനും ട്രൈബ്സിനാണെങ്കിലും OBC അവർക്ക് എഡ്യൂക്കേഷനിൽ കൂടെ മാത്രമേ അവർക്ക് പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യം കിട്ടാൻ സാധിക്കുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടി കാണും എന്തുകൊണ്ടാണ് ബജറാങ് ദളും ഇതേപോലെ തന്നെയുള്ള ഹിന്ദുത്വവാദികളെന്നൊക്കെ വലിയ രീതിയിൽ ഘോരഘോരം പറയുന്നവർ എന്തുകൊണ്ടാണ് ഇവിടെ ബാക്ക്വേർഡ് ക്ലാസ്സിന് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിനെ എതിർക്കുന്നതിൻ്റെ കാര്യം എന്താ? കാരണം അവർ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന അപ്പർ കാസ്റ്റിൻ്റെ മേൽക്കോയ്മ തീർന്നു പോകും. അതായത് പ്രധാനപ്പെട്ട കാരണം. അപ്പം ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ക്രീമി ലെയർ, അതായത് ധനപരമായിട്ട് അതിനെ ഏകദേശം ഒരു 50% പിന്തുണയ്ക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ അത് കൊണ്ടുവരാൻ പോലും ഇവിടെ സമ്മതിക്കത്തില്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കി, ഇപ്പുറത്തൊരു അപ്പർ കാസ്റ്റിൻ്റെ വലിയൊരു ബ്ലോക്ക് മോദിക്കെതിരെ തെറിവിളിക്കുമ്പോൾ ബാക്ക്വേർഡ് ക്ലാസിൻ്റെയും SC ആൻഡ് ST അതിനേക്കാളും വലിയൊരു ബ്ലോക്കായിട്ട് മോദിയെ പിന്തുണയ്ക്കുകയാണ്. ഇവിടെയാണ് മോദി പെട്ടുപോകുന്നത്. എവിടെ പോകും? അതായത് ഇന്ത്യയുടെ OBC, അതായത് BJP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന, അതിൻ്റെ പേരിലാണ് BJPക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നോർത്ത് ഇന്ത്യൻ ബെൽറ്റുകളിൽ കിട്ടുന്നത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. വെസ്റ്റേൺ ഇന്ത്യയിൽ കിട്ടുന്നതിൻ്റെ കാരണം ആ OBC ഗ്രൂപ്പ്, കാരണം അവരെയും കൂടെ പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന UGC നോട്ടിഫിക്കേഷൻ്റെ അകത്ത് വന്നോടുകൂടി അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ഒരു വിഭാഗത്തിന്, അതായത് അവരാണ് ബേസിക്കലി നരേറ്റീവ്സും എല്ലാം മോദിക്ക് വേണ്ടി ചെയ്യുന്നത്. അവരാ രണ്ടും കൽപ്പിച്ച് മോദിയെ ഇറക്കാൻ വേണ്ടി നടക്കുകയാണ്. മോദിയെ ഇറക്കാൻ വേണ്ടി നടക്കുന്ന കോൺഗ്രസ് അല്ല, മോദിയെ ഇറക്കാൻ വേണ്ടി നടക്കുന്ന പ്രതിപക്ഷമല്ല, മോദിയെ ഇറക്കാൻ വേണ്ടി നടക്കുന്ന മോദി ഭക്തന്മാരാണ്. ഇതാ ഞാൻ പറഞ്ഞത്, ഒരു ചെറിയ സ്പാർക്ക് മതി ഇന്ത്യയിൽ എല്ലാ കാര്യങ്ങളും U-ടേൺ അടിച്ചു പോകും. ഇത്രയേ ഉള്ളൂ.